കുട്ടിയമ്മതൻ മുലച്ചുണ്ടിൽ നിന്നെന്നാവിന്മേൽ ഇറ്റുവീണതു മാതൃഹൃദയം മലയാളം. അച്ഛൻ്റെ താരാട്ടായി താളമായി എൻ ജീവതാളത്തിൻ താഴ്വേരായി തീർന്നതൻ മലയാളം. കുട്ടിയമ്മതൻ മുലച്ചുണ്ടിൽ നിന്നെന്നാവിന്മേൽ ഇറ്റുവീണത് മാതൃഹൃദയം മലയാളം. എവിടെയായിരുന്നു? എവിടെ പോയ? എന്താണ് വിശേഷം? ഒന്നുമില്ല. പാവമാമൊരു പെണ്ണിൻ തൈമുല ചുരന്ന് ആദ്യം തൂവിയ കണ്ണീരിൻ്റെ മധുരം നുകർന്നതും കൂമ്പിയ കണ്ണിൻ ചോട്ടിൽ ചന്ദനത്തണൽ പറ്റി നോവലിഞ്ഞുറങ്ങിയും ഉണരുന്നേരത്തടുത്തില്ലാഞ്ഞ് കരഞ്ഞതും ഞെരിഞ്ഞു കരയുമ്പോൾ ചുണ്ടുകൾ ചലിച്ചമ്മേ വെളിവായതും വിളി കേട്ടവൾ അണഞ്ഞതും പച്ചപ്പുൽ മണക്കുന്ന നെഞ്ചിലെ അണ്ണാങ്കുഞ്ഞിൻ കൊച്ചിടം പതുപ്പത്ത് കൈവിരലോടിച്ചതും ഒരു മുള്ളെഴുതുന്നു മജ്ജയിൽ മാംസത്തിൻ്റെ മുറിവിൽ നടക്കാവിൽ കണ്ട കൽപ്പലകയിൽ. ഞാൻ ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി ചെന്ന്, അപ്പോൾ അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പന്നലാൽ ഘോഷിൻ്റെ ഫ്ലൂട്ടിൻ്റെ കാസറ്റ് കേട്ടു. അത് കേട്ട് കുറേ സന്തോഷിച്ച് അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ പെട്ടെന്ന് രാത്രിയിൽ തെരുവിലേക്ക് ഇറങ്ങുക. ഇത് പോകുമ്പോൾ ഈ ഫ്ലൂട്ടിൻ്റെ ആ ഒരു സുഖവും ഈ ഇരുട്ടിൻ്റെ കാഠിന്യവും എല്ലായിടത്തും എന്നെ മതിച്ചപ്പോഴാണ് എന്നെ അന്ന് ആ രാത്രിയിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് മുറി കയറി കഴിഞ്ഞാൽ ആദ്യം ഈ ഫ്ലൂട്ടിൻ്റെ സുഖത്തിൽ ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന് വാർകൂന്തൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് ആ വളക്കൈയുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തില കണ്ണിണ എഴുതി ഇളകുമച്ചില്ലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിലഞ്ജനം ചാർത്തി വരിക എന്നരികത്തിരുന്ന് സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിത സുഭഗമായി എന്തെങ്കിലും നല്ല 4-5 വാർത്തകൾ ഓതി നിറയുക. കർപ്പൂരദീപങ്ങളാകട്ട കണ്ണുകൾ കസ്തൂരി പോലെ മണക്കെട്ട വാക്കുകൾ നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ എൻ്റെ നെഞ്ചാകയൊഴിഞ്ഞുള്ളുണർത്തുക. ശാന്ത എൻ്റെ ഭാര്യയുടെ പേരാണ് താൻ. അതിനകത്ത് വളരെയേറെ ആത്മകഥാംശവും ഉണ്ട്. അപ്പോൾ വ്യക്തിജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒക്കെ അവസ്ഥകളുടെ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ളത് സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെ, അതൊരു മൗനവും വരൾച്ചയുമായിട്ടാണ് ആ അവസ്ഥയെ ഞാൻ ചിത്രീകരിച്ചത്. അതിനിടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ ആഗ്രഹങ്ങളുടെ, സങ്കല്പങ്ങളുടെ കാൽപ്പനിക ഭാവവും അതാണിപ്പോൾ ശാന്ത ഞാൻ ആദ്യം അവതരിപ്പിച്ചത്. ഈ മൗനത്തിൻ്റെ വരൾച്ചയുടെയും കാലം എന്ത്? കുളിക്കാൻ വെള്ളമില്ലെന്നോ? വെള്ളമില്ലാഞ്ഞിട്ട് കുട്ടികളെ കുളിപ്പിച്ചില്ലെന്നോ? അവരെവിടെ? ഈ ചൂടിൽ കുളിക്കാതെ തളർന്നു കിടന്ന് ഉറങ്ങിയോ? മൂളുകയും ഞരങ്ങുകയും ചെയ്യുന്നത് അവരാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ
ഉണ്ണികൾ ഒടുങ്ങിയതോർത്ത് വഴിയരികിലെ തളർന്നു നിൽക്കുന്ന നാട്ടുപാവുകൾ എന്നോട് ചോദിച്ചു, പാന്ത നീ എങ്ങോട്ട് പോകുന്നു? ചൂടും തളർച്ചയും ബാധിച്ച ഈ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലേക്കോ? കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ലാത്ത ഈ ദുർവിധിയിലേക്ക് നീ എന്തിനു പോകുന്നു? ഞാൻ പറഞ്ഞു, ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും എൻ്റെ ശാന്ത കാത്തിരിപ്പുണ്ട്. എൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കാൻ കാതോർത്ത്. ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ അവൾ ശാസിക്കുന്നത് നിങ്ങളും കേൾക്കുന്നില്ലേ? കുസൃതി പിള്ളേരെ, നിങ്ങളുടെ അച്ഛനിങ്ങി വരട്ടെ, നല്ല തല്ല് കൊള്ളിക്കും. നല്ല തല്ല് പോലും കൊള്ളാതെ തളർന്നുറങ്ങുന്ന കുട്ടികൾ. നമ്മുടെ കിണറും വറ്റിയോ? എല്ലാ കിണറുകളും വറ്റിയിരിക്കുന്നു. തോടും പുഴയും എല്ലാം വറ്റിയിരിക്കുന്നു.